ഹായ് ഹലോ എവരി വൺ. നമ്മളിന്നിവിടെ ഒരു തിരക്കഥ എഴുതാൻ പോവാണ്. ഇന്ത്യൻ ഫോർമാറ്റിലാണ് എഴുതുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഫോളോ ചെയ്തു വരുന്ന, നമ്മുടെ ഫിലിം മേക്കേഴ്സ് ഫോളോ ചെയ്തു വരുന്ന ഫോർമാറ്റ്, ലെഫ്റ്റ് ആക്ഷനും റൈറ്റ് ഡയലോഗും വരുന്ന ഫോർമാറ്റിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഒരു ഷോർട്ട് തിരക്കഥയായിരിക്കും. ഒരു ഷോർട്ട് ഫിലിം, ഒരു 15 മിനിറ്റ് റൺ ടൈം വരുന്ന ഒരു കഥയുടെ തിരക്കഥയായിരിക്കും. ഇതിൻ്റെ കഥ എന്താണെന്നൊന്നും ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടില്ല. ആക്ച്വലി 1 ലൈൻ മാത്രം മനസ്സിൽ വിചാരിച്ചാണ് ഞാനിവിടെ എഴുതാനിരിക്കുന്നത്. എൻ്റെ എഴുത്തിൻ്റെ രീതി ഭയങ്കര സ്ലോയാണ്. ഒരു കാര്യം എഴുതി വരുമ്പോഴേക്കും, അതായത് ഞാൻ അവിടേക്ക് ചെന്നു എന്ന് ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ, ഞാൻ അവിടേക്ക് ഇത് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര സ്ലോയാണ്. അപ്പോൾ അത്രയും ടൈം വയ്ക്കുമ്പോൾ ഭയങ്കര ബോറടിക്കും, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിത് നരേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചായിരിക്കും എഡിറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ തിരക്കഥയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മെയിൻ ജോണർ ത്രില്ലറും സബ് ജോണറായിട്ട് ഡ്രാമയാണ് വരുന്നത്. അപ്പോൾ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ഒരു ഷോർട്ട് ഫിലിം സ്ക്രിപ്റ്റാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് തിരക്കഥ ആരംഭിക്കുന്നത്. അതിൻ്റെ ഇൻറ്റീരിയർ പ്ലസ് എക്സ്റ്റീരിയർ ഷോട്ടുകൾ മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അകം ഓർ പുറം എന്നെഴുതാം. സമയം ഉച്ചയാണ്, നൂൺ. ഓക്കെ, അപ്പോൾ സീൻ എഴുതി തുടങ്ങുകയാണ്. ഒരു വലിയ റെസ്റ്റോറൻറ്റിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നു. അകത്ത് ഒരു ടേബിളിൽ ഡൊമിനിക് എന്നൊരാളിരുന്ന് സിസ്ലർ കഴിക്കുകയാണ്. ആകെ ഒരു ശാന്തതയാണ് ചുറ്റും. അപ്പോൾ പുട്ട് യുവർ ഹെഡ് ഓൺ മൈ ഷോൾഡർ എന്ന സോങ് പതിയെ ഓവർലാപ്പ് ചെയ്തു വരുന്നു. അതായത് ഈ സീനിൽ, ഈ റെസ്റ്റോറൻറ്റിൽ വെച്ചിരിക്കുന്ന പാട്ടല്ല, അത് മറ്റൊരു സീനിലെയാണ്. അത് ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. ഓക്കെ, അവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. പിന്നെ പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടാണ് അടുത്ത സീൻ. അതിൻ്റെ ഇൻറ്റീരിയർ ഷോട്ടുകളായിരിക്കും. അപ്പോൾ അകം, പോളിൻ്റെ വീട്, രാവിലെ 9:30. അപ്പോൾ ആദ്യം കാണിച്ച നൂണാണെങ്കിൽ ഇത് രാവിലെയാണ്, 9:30. അതായത് അതിന് മുമ്പ് നടക്കുന്ന കാര്യമാണ്. പോളിൻ്റെ വീട്ടിൽ സ്പീക്കറിൽ സോങ് പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് പുട്ട് യുവർ ഹെഡ് ഓൺ മൈ ഷോൾഡർ എന്നുള്ള പാട്ട് ഈ പോളിൻ്റെ വീട്ടിലെ സ്പീക്കറിലാണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അതായിരുന്നു ആദ്യം ഓവർലാപ്പ് ചെയ്ത് വന്നത്. ഏകദേശം 30-35 പ്രായം തോന്നിക്കുന്ന ആളാണ് പോൾ. അയാൾ കുളി കഴിഞ്ഞ് അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന വസ്ത്രം ധരിക്കുന്നതിൻ്റെയും വാച്ചും ഷൂവും ധരിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കാണിക്കുന്നു. പെട്ടെന്ന് ക്ലോണിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അയാളുടെ ശ്രദ്ധ തിരിയുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ വീണ്ടും ക്ലോണിംഗ് ബെൽ ശബ്ദം കേൾക്കുമ്പോൾ സോങ് ഓഫ് ചെയ്ത്, അതായത് സ്പീക്കർ ഓഫ് ചെയ്ത് അയാൾ അവിടേക്ക് ചെല്ലുന്നു, മുൻവാതിലിനടുത്തേക്ക് ചെല്ലുന്നു. പോൾ വാതിൽ തുറന്നു. പുറത്ത് ഡൊമിനിക്കാണ്. അതായത് ഡൊമിനിക്, നമ്മൾ ആദ്യം റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ക്യാരക്ടറാണ് ഇവിടെ. പോളിന് അയാളെ അറിയില്ല. പോള് അയാളെ മനസ്സിലാകാതെ നിന്നു. അടുത്ത ഡയലോഗാണ്. ഡൊമിനിക്, ഗുഡ് മോർണിംഗ്. അത് കേട്ട് പോൾ മനസ്സിലാകാതെ, മോർണിംഗ്, ആരാ? അപ്പോൾ ഡൊമിനിക്, ഞാൻ ഡൊമിനിക്, പോളിന് എന്നെ അറിയാൻ വഴിയില്ല. അപ്പോൾ പോൾ, പിന്നെ എന്നെ എങ്ങനെ അറിയാം? അപ്പോൾ ഡൊമിനിക്, അത് പറയാം, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് സമയം തരാമോ? അത് കേട്ട് പോൾ വാച്ചിൽ സമയം നോക്കുകയാണ്. പോൾ, 10 മണിക്ക് എനിക്ക് ഓഫീസിൽ ചെല്ലണം. ഡൊമിനിക്, എനിക്കൊരു 2 മിനിറ്റ് മതി, മാക്സിമം 5, അതിൽ കൂടുതൽ പോകില്ല. അത് കേട്ട് പോളൊന്ന് ആലോചിച്ച ശേഷം വാതിൽ മുഴുവനായി തുറന്നു കൊടുക്കുകയാണ് അകത്തേക്ക് വരാൻ. അപ്പോൾ ഡൊമിനിക്ക് അകത്ത് കയറിയതും പോൾ വാതിലടയ്ക്കുന്നു. അകത്ത് കയറിയ ഡൊമിനിക്ക് വീടാകെ മൊത്തത്തിൽ നോക്കുകയാണ്. വലിയ വീടാണത്, വലിയ നല്ല റിച്ചായിട്ടുള്ള വീടാണ്. അത് കണ്ട് ഡൊമിനിക്, പോൾ മാരീഡ് അല്ല അല്ലേ? പോൾ, അല്ല. വലിയ ഇൻഷുറൻസ് പോളിസിയോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെ വല്ലതോ ആണെങ്കിൽ സമയം കളയണമെന്നില്ല. അത് കേട്ട് ഡൊമിനിക്ക് ചിരിക്കുകയാണ്. ഡൊമിനിക്, ഏയ് അതൊന്നും അല്ല മാറ്റർ. ട്രസ്റ്റ് മീ, ഐ വോണ്ട് വേസ്റ്റ് യുവർ ടൈം. പോൾ, എങ്കിലും വേഗം കാര്യം എന്താണെന്ന് പറ. അപ്പോൾ ഡൊമിനിക്, സ്റ്റെല്ലർ ഗ്രൂപ്പിൻ്റെ ഓണർ സന്ദീപ് ശർമ്മയെ പറ്റി കേട്ടിട്ടുണ്ടോ? അത് കേട്ട് പോൾ, കേട്ടിട്ടുണ്ട്, അറിയാം.
ഡൊമിനിക്. എങ്ങനെ അറിയാം? അത് കേട്ട് പോൾ. അയാളൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്ന കേസിൽ അറസ്റ്റിലായ വാർത്ത കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഡൊമിനിക്. ആ കേസിൽ അയാളുടെ നിരപരാധിത്വം തെളിഞ്ഞതാണ്. അത് കേട്ട് പോൾ. ആയിക്കോട്ടെ, അതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? അപ്പോൾ ഡൊമിനിക്. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യം പറയാം. ഏകദേശം 10 മണി ആകുന്നതിന് മുമ്പ് പോലീസ് ഇവിടെ വരും പോളിനെ അറസ്റ്റ് ചെയ്യാൻ. അത് കേട്ട് ഇതെന്ത് മണ്ടത്തരാണ് ഇയാൾ പറയുന്നതെന്നുള്ള മട്ടിൽ പോൾ ചിരിക്കുകയാണ്. പോൾ. വല്ല പ്രാങ്ക് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കിതിനു വേണ്ടി കളയാൻ സമയമില്ല. അത് കേട്ട് ഡൊമിനിക്. പ്രാങ്കും കളിപ്പിക്കലൊന്നുമല്ല. കൃത്യം 10 മണിക്ക് പോലീസ് എത്തും. അവർ തന്നെ അറസ്റ്റ് ചെയ്യും. എന്തിനാണെന്നല്ലേ? രാവിലെ പുറത്തു നിന്ന് ഓർഡർ ചെയ്ത് ഫുഡ് ഡെലിവറി ചെയ്ത ആ ഡെലിവറി ബോയ് പയ്യനെ താൻ കൊന്നതിന്. അത് കേട്ട് പോൾ മേശപ്പുറത്തേക്ക് നോക്കി. അവിടെ ഓർഡർ ചെയ്ത് കഴിച്ചതിൻ്റെ ബാലൻസ് ഫുഡ് ഇരിക്കുന്നുണ്ട്. പോൾ കുറച്ച് ഗൗരവത്തിലേക്കാവാണ്. കൊല്ലാനോ? ആര്? അത് കേട്ട് ഡൊമിനിക്ക് അവിടെ സോഫയിലിരുന്നു. അയാൾ മൊബൈൽ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ പോളിന് നേരെ നീട്ടി. അതായത് മൊബൈൽ ഫോണിലൊരു ഫോട്ടോ എടുത്തിട്ട് അത് പോളിന് നേരെ ഇങ്ങനെ കാണിക്കുകയാണ് അയാൾക്ക് കാണാൻ പാകത്തിന്. എന്നിട്ട് ഡൊമിനിക്ക്. പുറത്ത് പോർച്ച് കിടക്കുന്ന ഈ ഹോണ്ട സിവിക്ക് പോളിൻ്റെ അല്ലേ? അപ്പോൾ പോൾ. അതെ. അപ്പോൾ ഡൊമിനിക്ക് മറ്റൊരു ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. അതിന് തൊട്ടടുത്തുള്ള ഫോട്ടോ സ്വൈപ്പ് ചെയ്ത് കാണിക്കുന്നു. ഡൊമിനിക്. പോൾ അറിയാതെ ഇതെങ്ങനെ സ്വന്തം കാറി വന്നു? അപ്പോൾ ആ ഫോട്ടോ കണ്ട് പോൾ ഞെട്ടി. അതിനകത്ത് ഒരു ഡെഡ് ബോഡിയുടെ ചിത്രമാണ്. അതായത് ഡിക്കിക്കുള്ളിൽ ഡെഡ് ബോഡി കിടക്കുന്ന ഒരു ഫോട്ടോയാണത്. അത് കണ്ട് പോൾ ഞെട്ടലോടെ, മൈ ഗോഡ്, എന്താ ഇത്? ഞാനല്ല. പെട്ടെന്ന് വെപ്രാളത്തോടെ പോൾ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നതും ഡൊമിനിക് അയാളെ ബ്ലോക്ക് ചെയ്യാണ്, തടയാണ്. ഡൊമിനിക്. എടുത്തയാടി വെപ്രാളം കൊണ്ട് അവിവേകമൊന്നും കാണിക്കരുത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പോൾ പെട്ടെന്ന് ദേഷ്യത്തോടെ ഡൊമിനിക്കിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. പോൾ ദേഷ്യവും ഭയവും കൊണ്ട് വിറയലോടെ, ദേഷ്യവും പേടിയുണ്ട് പുള്ളിക്ക്. അങ്ങനെ വിറച്ചുകൊണ്ടാണ് കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത്, ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നത്. അങ്ങനെ അയാൾ പറയാണ്, എനിക്കൊന്നും അറിയില്ല, എനിക്കിതിൽ പങ്കില്ല. അപ്പോൾ ഡൊമിനിക്. ആ ഡെലിവറി ബോയ് രാവിലെ ഇവിടെ വന്നതല്ലേ? അപ്പോൾ പോൾ. അതെ, ഓർഡർ ചെയ്ത് ഫുഡ് കൊണ്ടുവന്ന് തന്നു. പെട്ടെന്ന് കട്ടാവുകയാണ്. ആ ഒരു സീൻ ഫ്ലാഷ് ബാക്ക് പോലെ പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു സീനിലേക്ക് കട്ടാവുകയാണ്. അത് ഇൻറ്റീരിയർ പ്ലസ് എക്സ്റ്റീരിയർ ഷോട്ടുകൾ കാണിക്കുന്നുണ്ട്. പോളിൻ്റെ വീടാണ്. 1 മണിക്കൂർ മുമ്പ് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഡെലിവറി ബോയ് വാതിൽക്കൽ വന്ന് ഫുഡ് കൈമാറുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നു. അപ്പോൾ പോളിൻ്റെ ശബ്ദം ഓവർലാപ്പ് ചെയ്ത് വരുന്നു. അത് ആദ്യം സംസാരിച്ച ഡയലോഗ്, അതെ ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുവന്ന് തന്നു എന്നുള്ള ഡയലോഗിൻ്റെ ബാലൻസ് ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. അവനപ്പോൾ തന്നെ പോയി ടിപ്പും കൊടുത്താൽ ഞാൻ വിട്ടത്. അപ്പോൾ പോൾ അയാൾക്ക് ടിപ്പ് കൊടുക്കുന്നതിൻ്റെയും അയാൾ താങ്ക്സ് പറയുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കാണിക്കുന്നു. ഇത് ഇൻറ്റീരിയർ പ്ലസ് എക്സ്റ്റീരിയർ ഷോട്ടുകളിൽ മിക്സായിട്ടാണ് കാണിക്കുന്നത്. ഡയലോഗില്ല, പെട്ടെന്ന് കടന്നു പോവാണ്. ഡയലോഗില്ലെന്ന് വെച്ചാൽ ഈ സീനിൻ്റെ ഡയലോഗില്ല, മറ്റേ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ ആ സീൻ അവസാനിച്ചു. അവിടുന്ന് കട്ട് ബാക്ക് ടു പോളിൻ്റെ വീട്. മുമ്പത്തെ സീനിലേക്ക് തിരിച്ചു വരികയാണ്. തുടർച്ച, കണ്ടിന്യൂഷൻ. പോൾ ഡൊമിനിക്കിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തുകയാണ്. അയാൾ അങ്ങേയറ്റം ദേഷ്യത്തിലാണ്. എന്നിട്ട് പോൾ പറയുന്നു, ഇതാരോ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അത് കേട്ട് ഡൊമിനിക്ക് ശാന്തനായിട്ട് കൂളായിട്ട്, ഈ ഒരു വെപ്രാളം ഒന്നുമില്ല, ശാന്ത സ്വരത്തിൽ പറയാണ്, ഞാൻ ആദ്യം സ്റ്റെല്ല ഗ്രൂപ്പിൻ്റെ ഓണർ സന്ദീപ് ശർമ്മയുടെ കാര്യം പറഞ്ഞില്ലേ? തെളിവുകളെല്ലാം എതിരായിരുന്നിട്ടും അവസാനം അയാളുടെ നിരപരാധിത്വം തെളിഞ്ഞ് കോടതി അയാളെ വെറുതെ വിട്ടു. ആ കേസിൽ അയാൾക്ക് വേണ്ടി വാദിച്ച വക്കീൽ ഞാനാണ്. അയാൾ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യാൻ തക്ക എവിഡൻസ് ആകെയുള്ളത് എൻ്റെ പക്കലാണ്. കാരണം കൊന്നത് അയാളല്ല, ഞങ്ങളാണ്. അത് കേട്ട് പോൾ അയാളുടെ ദേഹത്തു നിന്ന് കൈയെടുക്കുകയാണ്. ആ ഷർട്ടിന് കുത്തിപ്പിടിച്ചതെന്ന് കൈ അയക്കുകയാണ്. പോളൊന്നും മനസ്സിലാവുന്നില്ല അയാൾക്ക്. എന്താണ് ഇയാൾ ഈ പറയുന്നതെന്ന്, ഈ ഡൊമിനിക് എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ പോൾ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതായത് അവരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളൊരു സംഭവം ഇയാൾക്ക് മനസ്സിലായി. അപ്പോൾ ഡൊമിനിക്ക് ഷർട്ടിൻ്റെ ചുളുങ്ങിയ ഭാഗം ഇങ്ങനെ നേരെയാക്കുവാണ്, ഷർട്ടിൻ്റെ കോളർ നേരെ ഇടുകയാണ്. എന്നിട്ട് പറയുന്നു, പണം, പിന്നെ ഫെയിം. സന്ദീപ് ശർമ്മയുടെ കേസ് എനിക്കത്ര ഫെയിം ഉണ്ടാക്കി തന്നില്ല. ആ ക്ഷീണം പക്ഷേ ഞാൻ ഈ കേസിൽ തീർക്കും.
പോൾ ഒന്നും മനസ്സിലാവാതെ ഞെട്ടലോടെ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. അതായത് എന്ത് ചെയ്യണം എന്നൊരു ധാരണയില്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ ഡൊമിനിക്ക് ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യണം അദ്ദേഹം ഡയലോഗ്. പോളൊന്നും ചെയ്യണ്ട, പോലീസ് വരുമ്പോൾ നല്ല കുട്ടിയായി അവരുടെ ഒപ്പം പോയാൽ മതി. ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവരോടും പറയുക. തെളിവെല്ലാം പോളിനെതിരായിരിക്കും. ആ പയ്യനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം സഹിതം പോലീസ് ഇവിടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കും. എൻ്റെ കൂടെയുള്ളവർ അതെല്ലാം ഈ വീട്ടിൽ തന്നെ ഭദ്രമായി ഒളിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട് പോൾ നിസ്സഹായനായി തളർന്ന് അവിടെ ഇരിക്കുകയാണ്. പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഡൊമിനിക്ക് സ്വന്തം വാച്ചി സമയം നോക്കുന്നു. എന്നിട്ട് പറയുന്നു, ഡൊമിനിക്ക്, സമയമില്ല, ഞാൻ ഇറങ്ങട്ടെ. അറസ്റ്റിലായി റിമാൻഡ് കഴിയുമ്പോൾ ആരെങ്കിലും ഏർപ്പാടാക്കി എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി, കേസ് ഞാൻ ഏറ്റെടുക്കാം. എന്നിട്ട് അയാൾ പോക്കറ്റിൽ നിന്നും ഒരു കാർഡ്, വിസിറ്റിംഗ് കാർഡ് എടുത്ത് അവിടെ ടി വിയുടെ പുറകിൽ വെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഫീസ് കുറച്ച് കൂടുതലാണ്, 50 lakhs ക്യാഷായിട്ട് തന്നെ വേണം. അപ്പോൾ പോൾ, എൻ്റെ കയ്യിൽ അത്രയും പണമില്ല. അത് കേട്ട് ഡൊമിനിക്ക് ചിരിക്കുകയാണ്. ഡൊമിനിക്ക്, പോൾ, ഞങ്ങൾ 2 മാസം നിങ്ങളെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്തത്. ഈ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടെന്നും അറിയാം. നിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഇത് ചെയ്ത എനിക്കേ കഴിയൂ, വേറെ ഓപ്ഷനില്ല. അത്രയും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ ഡൊമിനിക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ പോർച്ചിൽ കിടക്കുന്ന പോളിൻ്റെ കാർ നോക്കി അയാൾ പുച്ഛത്തോടെ ഒന്ന് ചിരിക്കുകയാണ്. ഒരു പുച്ഛഭാവത്തിൽ കാറിനെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് കടന്നു പോവാണ്. ഈ ഒരു സീൻ, ഈ ഒരു ഭാഗം സ്ലോ മോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഗേറ്റിന് പുറത്ത് ഡൊമിനിക്കിൻ്റെ കാറ് കിടക്കുന്നുണ്ട്. അയാൾ സ്വന്തം കാറിൽ കയറിയിരിക്കുന്നു. അപ്പോൾ 3-4 പോലീസ് വണ്ടികൾ അവിടേക്ക് പാഞ്ഞു വരുന്നു. ഡൊമിനിക്ക് അവിടെ നിന്നും ആ പോലീസുകാർ വരുമ്പോൾ ഡൊമിനിക്ക് അവിടെ നിന്ന് കാർ ഓടിച്ചു പോകുന്നു. വീട്ടുമുറ്റത്ത് പോലീസ് വണ്ടികളെല്ലാം നിർത്തി അതിൽ നിന്ന് നിറയെ പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ വീടിനകത്ത് തല കുമ്പിട്ട് പോളിരിക്കുകയാണ്. പെട്ടു, എന്ത് ചെയ്യണം എന്നൊരു ധാരണയില്ലാത്ത രീതിയിൽ. അപ്പോൾ പുറത്ത് പോലീസുകാർ വന്നെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ പയ്യെ മുഖം ഉയർത്തുന്നു. സ്ലോ മോഷനിലാണ്. അപ്പോൾ അയാൾ പതിയെ മുഖം ഉയർത്തുന്നു. പെട്ടെന്ന് പോലീസുകാർ വാതിൽ ചവിട്ടി തുറന്ന് തോക്ക് ചൂണ്ടി അകത്തേക്ക് പെട്ടെന്ന് കയറി വരികയാണ്. ഭയങ്കര ക്രൗഡ് പോലെ പോലീസുകാർ തോക്കായിട്ട് വരുന്നു. ആ സെക്കൻഡിൽ കട്ടാവുന്നു. അവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് സീൻ, തിരക്കഥ തുടങ്ങിയ ഫസ്റ്റ് ഷോട്ട്, ആ ഫസ്റ്റ് റെസ്റ്റോറൻറ്റിലെ സീനിലോട്ട് കണ്ടിന്യൂഷൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഷോട്ടാണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ അകം, റെസ്റ്റോറൻറ്റ്, തുടർച്ച. ഡൊമിനിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ആ സിസ്ലർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു സ്ട്രേഞ്ചർ അതേ ടേബിളിന് മറുവശത്ത് വന്നിരിക്കുന്നു. അതായത് ഇയാൾ ഫുഡ് കഴിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കുകയാണ്. ഡൊമിനിക്കിനൊന്നും മനസ്സിലായില്ല. ഡൊമിനിക്ക്, എന്താ? അപ്പോൾ സ്ട്രേഞ്ചർ, ഒന്നുമില്ല. അപ്പോൾ ഡൊമിനിക്ക് ദേഷ്യത്തോടെ, വേറെയും ടേബിൾ ഫ്രീ ആണല്ലോ, പിന്നെന്താ ഇവിടെ? അപ്പോൾ സ്ട്രേഞ്ചർ അത് കേട്ട ഭാവം നടിക്കുന്നില്ല. ഇത് ഇത് കേട്ടു എന്നുള്ള ഭാവം പോലും നടിക്കാതെ സ്ട്രേഞ്ചർ അവിടുത്തെ ഓണറിനോട് ഉറക്കെ ചോദിക്കുകയാണ്, ഒരു ചായ വേണോ ഈ ടേബിളിലേക്ക്? പിന്നെ ആ ടി വിയുടെ വോളിയം കുറച്ച് കൂട്ടാമോ? അപ്പോൾ ഡൊമിനിക്കിന് നോർമലി ദേഷ്യം വരുന്നു. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എടാ ഞാൻ തന്നോടേ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ ടി വിയുടെ വോളിയം കൂട്ടുകയാണ് ഓണർ. അപ്പോൾ പെട്ടെന്ന് വോളിയം കൂടുന്നു. ടി വിയിൽ വാർത്തയാണ് വെച്ചിരിക്കുന്നത്. ഡൊമിനിക്കിൻ്റെ ശ്രദ്ധ പെട്ടെന്ന് ടി വിയിലേക്ക് തിരിയുന്നു. ആ വാർത്ത, അതിലെ വാർത്ത കണ്ട് അയാളുടെ കൈ വിറയ്ക്കുന്നത് കാണിക്കുന്നു. എന്താണ് ആ വാർത്ത എന്ന് നമ്മളെ ഓഡിയൻസിനെ കാണിക്കുന്നില്ല, ഈ സീരിയൽ റിവീൽ ചെയ്യുന്നില്ല, എക്സ്പ്രഷനാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അയാളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങുന്നു. ഡൊമിനിക്ക് ഭയത്തോടെ സ്ട്രേഞ്ചറെ നോക്കുകയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് കട്ടാവുന്നു. ആ സീൻ അവിടെ നിന്ന് കട്ടാവുന്നു. ഇത് കട്ടാവുന്ന സീൻ പോളിൻ്റെ വീടിൻ്റെ ഒരു സീനാണ്. പോളിൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ സീനാണ്. അതും 4 മാസം, ഇതിനൊക്കെ 4 മാസം മുമ്പ് നടക്കുന്ന ഒരു സീനിലേക്കാണ് കട്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ഷോട്ടാണ്, ഇൻറ്റീരിയർ ഷോട്ടാണ്, അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം വീടിനുള്ളിൽ പോലീസുകാരുണ്ട്. അതിൽ പ്രധാന SI മുൻപ് റെസ്റ്റോറൻറ്റിൽ കണ്ട സ്ട്രേഞ്ചറാണ്. ഓക്കെ, ഈ വന്നിരുന്ന ഡൊമിനിക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓപ്പോസിറ്റ് വന്നിരുന്ന ആ സ്ട്രേഞ്ചർ, അദ്ദേഹം ഈ സീനിൽ വരുന്നു. പക്ഷേ ഈ സീനിൽ അദ്ദേഹം പോലീസാണ്, SI ആണ്. ഓക്കെ, അപ്പോൾ ആ വീടിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ആകെ ഒരു മോഷണ ശ്രമം നടന്ന രീതിയിലാണ്. അതായത് അലങ്കോലമായിട്ട് ആ ഒരു രീതിയിലാണ് കാണുന്നത്. ഡെസയുടെ ഡയലോഗാണ്, ഇവനീ മാല മാത്രമേ ഇവിടുന്ന് കിട്ടിയുള്ളൂ,
അപ്പോൾ അവിടെ കൂട്ടത്തിലൊരു കള്ളൻ തലകൊമ്പിട്ട് നിൽക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ. മുമ്പിൽ പോളും ഉണ്ട്. അപ്പോൾ SI ഒരു മാല എന്നിട്ട് പോളിന് കൊടുക്കുകയാണ്. പോളത് വാങ്ങുന്നു. അപ്പോൾ SI, ഇത് തന്നെയല്ലേ മാല? അപ്പോൾ പോള്, അതെ, താങ്ക് യു സാർ. അപ്പോൾ SI, അതായത് ഈ ഒരു സീൻ 4 മാസം മുമ്പ് അവിടെ ഒരു മോഷണ ശ്രമം നടന്നതിൽ ആ കള്ളനെ പിടിച്ച് ഏൽപ്പിക്കുന്ന സീനാണിത്. ഓക്കെ. അപ്പോൾ SI പറയുന്നു, ഡ്യൂട്ടി ചെയ്തതിന് എന്തിനാണോ താങ്ക് യു. ഒറ്റയ്ക്ക് ഇത്ര വലിയ വീട്ടിൽ താമസിക്കുമ്പോൾ സേഫ്റ്റി നല്ലപോലെ നോക്കണം. അപ്പോൾ പോൾ, ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ. അപ്പോൾ SI, അവസാനമായിട്ടാവണമെന്നില്ലല്ലോ. ഇവനൊരു മണ്ടനായതുകൊണ്ട് കൈയോടെ പിടിക്കാൻ തോന്നി. കുറച്ച് ബുദ്ധിയുള്ളവും പണിയെടുത്താണ് ചെയ്തതെങ്കിൽ നമ്മൾ വട്ടം ചുറ്റിയാനെ. അപ്പോൾ പോൾ, എന്ത് ചെയ്യാൻ പറ്റും സാർ? CCTV ക്യാമറ ഒരെണ്ണം വാങ്ങി വയ്ക്കാം. അപ്പോൾ SI, അത് പോരാ. പെട്ടെന്ന് അവിടെ നിന്ന് കട്ടാവുകയാണ്. പോളിൻ്റെ വീട്ടിലേക്ക് കട്ടാവുകയാണ്. അതായത് മുമ്പ് ഡൊമിനിക്ക് പോളിൻ്റെ വീട്ടിൽ ചെന്ന് അയാളോട് സംസാരിക്കുന്ന ആ സീനില്ലേ, ആ സീൻ വീണ്ടും കാണിക്കുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നതും ആ കാർഡ് കൊടുക്കുന്നതും ഒക്കെ, കഴുത്തിന് ഷർട്ടിന് കുത്തിപ്പിടിക്കുന്ന സീനൊക്കെ. അവിടെ ആ സീനിലെ ഡയലോഗില്ല, പകരം SIയുടെ ശബ്ദം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. 4 മാസം മുമ്പുള്ള സീനിൽ നിന്ന് ആ SIയുടെ ഡയലോഗിൻ്റെ ബാക്കി ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. ഓക്കെ. അപ്പോൾ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്ന സീൻ കാണിക്കുന്നു. അവിടെ SIയുടെ ശബ്ദം, ഹൈ ക്വാളിറ്റി വിഷ്വൽ ആൻഡ് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന മൈക്രോ മിനിയേച്ചർ സൈസ് ക്യാമറകൾ കിട്ടും. അത് കുറച്ച് വാങ്ങി മുക്കിലും മൂലയിലുമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കുക. ഇനി ഇതുപോലൊരു പണി വന്നാൽ അന്നേ ഗുണം ചെയ്യും, അന്നത് ഗുണം ചെയ്യും. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നതും ഈ കാർഡ് വയ്ക്കുന്നതും ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നതും എല്ലാം വീടിൻ്റെ പലയിടത്ത്, ഇപ്പോൾ ക്ലോക്കിൻ്റെ ഇടയ്ക്ക്, അതുപോലെ തന്നെ ഷോയ്ക്ക് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ, അതുപോലെ ഫോട്ടോകൾ, അതിൻ്റെയൊക്കെ ഇടയ്ക്കുന്ന് മൈക്രോ മിനിയേച്ചർ സൈസിലുള്ള ക്യാമറകളിൽ അത് റെക്കോർഡാവുന്നത് കാണിക്കുകയാണ്. അത് റിവീൽ ചെയ്യാണ്. അതിൽ നിന്ന് ഈ സീൻ റെക്കോർഡാവുന്ന രീതിയിൽ ഓഡിയൻസിനെ കാണിക്കുകയാണ്. ഓക്കെ. അവിടെ നിന്ന് കട്ട് ബാക്ക് ടു, അവിടെ നിന്ന് കട്ടാവുന്നു. നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. റെസ്റ്റോറൻറ്റ് തുടർച്ച. റെസ്റ്റോറൻറ്റിലെ പ്രസൻറ്റിലുള്ള സീനിലോട്ട് പോകുന്നു. അവിടെ TVയിലെ വാർത്തയിൽ ഡൊമിനിക്ക് പോളിനെ കൊടുക്കാൻ ശ്രമിക്കുന്ന മുൻപ് നടന്ന കാര്യങ്ങൾ ഓഡിയോ സഹിതം ബ്രേക്കിംഗ് ന്യൂസായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതായത് ആ സീന് മുമ്പ് ആ വീട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ക്യാമറയിൽ റെക്കോർഡായി, അത് അതേപടി തന്നെ ഓഡിയോ സഹിതം ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഈ TVയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓഡിയൻസിനെ റിവീൽ ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു ക്യാരക്ടർ റിവീലും കൂടെ നടന്നു. ആ SI ശരിക്കും, ആ സ്ട്രേഞ്ചർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആൾ ശരിക്കും SI ആണ്. ഓക്കെ. അപ്പോൾ അയാൾ വാച്ചിൽ സമയം നോക്കുകയാണ്. SI എന്നിട്ട് പറയുന്നു, ആദ്യമായിട്ടാണ് ഇങ്ങനെ 3 മണിക്കൂറിനുള്ളൊരു കേസ് തെളിയിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു കട്ട് ആകുന്നു. ഒരു ഒറ്റ ഷോട്ട്, ഒരു സിംഗിൾ ഷോട്ട് മാത്രം വരികയാണ്. ഈ പ്രസൻറ്റ് ഇതേ ടൈമിൽ തന്നെ പോളിൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിൻ്റെ, ഒരു സംഭവത്തിൻ്റെ ഒരു ഷോട്ട്, ഒറ്റ ഷോട്ടേ ഉള്ളൂ. അതായത് മുറിയിൽ സ്പീക്കർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ക്യാമറ സൂം ആവുന്നു. അതായത് മുറിക്കുള്ളിൽ ആദ്യം പാർട്ട് ഓഫ് ചെയ്ത് വെച്ചല്ലോ, അതേ സ്പീക്കറിൻ്റെ അതേ പൊസിഷനിലേക്ക് ക്യാമറ പതിയെ സൂമായിട്ട് ഇങ്ങനെ വരുന്നു. ക്യാമറ സ്പീക്കറിന് അടുത്തെത്തുമ്പോൾ പോളിൻ്റെ കൈ വന്ന് സ്പീക്കർ ഓൺ ചെയ്യുന്ന ദൃശ്യം കാണിക്കുന്നു. സ്പീക്കർ ഓൺ ആക്കുവാണ്. ഓക്കെ. അവിടെ നിന്ന് കട്ട് ബാക്ക് ടു റെസ്റ്റോറൻറ്റ്. ഓക്കെ. അതായത് ഈ സീനിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. റെസ്റ്റോറൻറ്റിൽ ആ സീനിൻ്റെ ഇടയ്ക്ക് ഒരു ഷോട്ട് മറ്റേത് വെക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. അതായത് ആ ഷോട്ടിൽ സ്പീക്കർ ഓൺ ചെയ്യുന്നു, ഒരു പാട്ട് വെക്കുന്നു. ആ പാട്ട് ഏതാണെന്ന് ഇപ്പോൾ പ്ലേ ആവുന്നില്ല. പാട്ട് വെക്കുന്നത് കാണിക്കുന്നു. പെട്ടെന്ന് ഈ റെസ്റ്റോറൻറ്റിലോട്ട് കട്ട് ബാക്ക് ചെയ്യുന്നു. അപ്പോൾ പുറത്ത് നിറയെ, ഇതിൽ എക്സ്റ്റീരിയർ പ്ലസ് ഇൻറ്റീരിയർ ഷോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ പുറത്ത് നിറയെ പോലീസുകാർ റെസ്റ്റോറൻറ്റിനെ വളഞ്ഞിരിക്കുന്ന ദൃശ്യം കാണിക്കുന്നു. അകത്ത് ചായ മുഴുവൻ കുടിച്ചു കഴിഞ്ഞ SI ഡൊമിനിക്കിനെ നോക്കുന്നു. SI മീൻസ് സ്ട്രേഞ്ചർ. അപ്പോൾ ഡൊമിനിക്ക് പിടിക്കപ്പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് SI, കഴിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇറങ്ങാം. പെട്ടെന്ന് ബ്ലാക്ക് ആവുകയാണ്. ഈ ഡയലോഗ് അയാൾ പറഞ്ഞു കഴിയുമ്പോൾ ആ സെക്കൻഡിൽ ഈ ഡൊമിനിക്കിൻ്റെ ഒരു റിയാക്ഷൻ ഷോട്ട് കാണിച്ച് അവിടെ സ്പോട്ടിൽ ബ്ലാക്ക് ആവുന്നു. അപ്പോൾ തന്നെ പുട്ട് യുവർ ഹെഡ് ഓൺ മൈ ഷോൾഡർ എന്നുള്ള പടം ഈ തിരക്കഥ എഴുതി തുടങ്ങിയപ്പോൾ പ്ലേ ചെയ്ത ആ സോങ് തന്നെ വീണ്ടും ബ്ലാക്ക് ആവുമ്പോൾ പെട്ടെന്ന് പ്ലേ ആവുകയാണ്. അതായത് ആ സ്പീക്കറിൽ ബട്ടൺ അമർത്തുന്ന ഷോട്ട് കാണിച്ചത് ശരിക്കും ഇതിനു വേണ്ടിയാണ്. ഈ ഒരു എൻഡിങ്ങിൻ്റെ ഈ ഒരു എലവേഷനും ഇമ്പാക്റ്റിനും വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്തത്. ഓക്കെ. SIയുടെ ഡയലോഗ് കഴിയുന്നു, റിയാക്ഷൻ ഷോട്ട് കാണിക്കുന്നു, തൊട്ടടുത്ത് തന്നെ ഫെയ്ഡ് ടു ബ്ലാക്ക് ഈ സോങ് പ്ലേ ആവുന്നു. ഇവിടെ ടൈറ്റിലും കാണിക്കുന്നു.
അങ്ങനെ നമ്മുടെ തിരക്കഥ അവസാനിച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. ഇതുപോലെ ഒരുപാട് തിരക്കഥകൾ എഴുതിയിടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ആക്ഷനിലായാലും കോമഡിയിലായാലും അതുപോലെ തന്നെ ഹൊററിലായാലും സയൻസ് ഫിക്ഷനിലായാലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫാൻറ്റസിയിലായാലും എനിക്ക് ഒരുപാട് തിരക്കഥകൾ ഷോർട്ടും അതുപോലെ തന്നെ പതിയെ ഫീച്ചർ ലെങ്ത്തിലുള്ള തിരക്കഥകൾ എഴുതിയിടണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാം. നിങ്ങൾ ഇതിൻ്റെ ഓഡിയൻസ് മിക്കവാറും സിനിമയിൽ കയറണം എന്ന് ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ സിനിമയോട് ഭയങ്കര കമ്പമുള്ളവരായിരിക്കും. ഈ എഴുത്തിലും കാര്യങ്ങളിലും സ്ക്രിപ്റ്റിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും അത് വൺ ലൈനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, വൺ ലൈൻ മതി, വൺ ലൈനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയുക. അതിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ അടുത്ത ഒരു എപ്പിസോഡിൽ തിരക്കഥ എഴുതിയിടാം. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു കഥയായിട്ട് വീണ്ടും വരാം, മറ്റൊരു തിരക്കഥയായിട്ട് വീണ്ടും വരാം. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ തിരക്കഥ എങ്ങനെയുണ്ട് എന്നതിനെപ്പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയുക. അപ്പോൾ ശരി, വീണ്ടും കാണാം.